എറണാകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പ്രചരണ ജാഥ കടമക്കുടിയിൽ നിന്ന് ആരംഭിച്ച് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ പ്രചരണം നടത്തി പള്ളിപ്പുറം പഞ്ചായത്തിലെ ചെറായി ദേവസ്വം നടയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈബി ഈഡനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്തറ നയിക്കുന്ന വാഹന പ്രചരണ ജാഥ കടമക്കുടി പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ പ്രചാരണം നടത്തി പള്ളിപ്പുറം പഞ്ചായത്തിലെ ചെറായി ദേവസ്വം നടയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ സുഖമായി കിടന്നുറങ്ങാൻ പോലും കഴിയുന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് അതിനെതിരായുള്ള ശക്തമായ നടപടിയെടുക്കുന്നില്ല? ദിവസവും ആനയിറങ്ങി പാവങ്ങളെ കൊല്ലുന്നു, ചവിട്ടിക്കൊല്ലുന്നു, വീടുകൾ തകർക്കുന്നു. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് പള്ളിക്കൂടങ്ങളിൽ പോകാൻ കഴിയുന്നില്ല, പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് പണിക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ട് ഈ കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ കാർഷിക മന്ത്രിയുമൊക്കെ നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധം ഈ 26-ാം തീയതി നിങ്ങൾ പ്രകടിപ്പിക്കണം എന്ന് വിനീതമായി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇവിടെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഹൈബി ഈഡനാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെന്റ് മെമ്പറായിരുന്നു, എറണാകുളത്തെ നിയമസഭാ അംഗമായിരുന്നു, ഇന്ത്യയിൽ NSUയുടെ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമായി. അങ്ങനെ വിദ്യാർത്ഥി യുവജന കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പോൾ ജെ മാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ഹൈബി ഈഡനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1,67,000 വോട്ടോളം ഭൂരിപക്ഷമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അത് 2 ലക്ഷത്തിന് മീതെ വരും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, അദ്ദേഹത്തിൻ്റെ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ എല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും വൻ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ ഹൈബി ഈഡനും കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും. ഹൈബി ഈഡൻ വൻ ഭൂരിപക്ഷം നേടി വിജയിക്കേണ്ടത് നാടിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ് എന്നും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഹൈബിയെ എല്ലാവരും ഹൃദയത്തിൽ ഹൈബി എന്ന മുദ്രാവാക്യവുമായി വരവേൽക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ധനപാലൻ പറഞ്ഞു. കോൺഗ്രസ് പള്ളിപ്പുറം പ്രസിഡന്റ് NG സഹദേവൻ, മത്സ്യത്തൊഴിലാളി ദേശീയ സെക്രട്ടറി മുനമ്പം സന്തോഷ്, VS സോളിരാജ്, ആന്റണി പുന്നത്തറ, അബ്ദുൽ ഷുക്കൂർ ഹാജി, ജോസ് പോൾ, ജോസഫ് നരികുളം, ജോസി ചക്കാലക്കൽ, ഫ്രാൻസിസ് അറക്കൽ, സുരേഷ് കുമാർ, ജോയി പണിക്കത്തറ, ടൈറ്റസ് പൂപ്പാടി, AD ഉണ്ണി, KT ഷാജഹാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.